ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഉർവശി മകനും ഇനി കണിമംഗലത്തുണ്ടാകാൻ പാടില്ല. ഇപ്പൊ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. എനിക്ക് പൂജയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. എന്റെ ഭാര്യയുടെയും പേരില് ഒരു കള്ളക്കേസ് ചമച്ചുണ്ടാക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ ഇല്ലായ്മയിൽ അകപ്പെട്ട് ജീവിച്ച ഞങ്ങൾക്ക് അതുണ്ടാക്കിയ വേദന എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നന്മയുള്ള മന്ത്രങ്ങൾ ഉരുവിട്ട നാവുകൊണ്ട് ഒന്ന് ശപിക്കാൻ പോലും എനിക്കറിയില്ല. ഈശ്വരൻ നിങ്ങൾക്ക് വച്ചിരിക്കുന്ന ശിക്ഷ എന്താണോ അത് വാങ്ങിച്ചോളൂ. ഉർവശി, അന്ന് ഈ വീട്ടിൽ വെച്ച് നീയും കൽപ്പനയും പറഞ്ഞ വാചകങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ കാതിൽ ഇപ്പോഴും അത് പൊള്ളിക്കൊണ്ടിരിക്കുക. എന്റെ ഭർത്താവ് കാണിച്ചു തന്ന വഴിയിലല്ലാതെ ഇന്ന് വരെ ഞാൻ ചുവട് വെച്ചിട്ടില്ല. ദേവേട്ടൻ പറഞ്ഞില്ലേ അരപട്ടിണി കിടന്നിട്ടുണ്ടെന്ന്? അത് പക്ഷെ കരഞ്ഞിട്ടല്ല, സന്തോഷത്തോടെ ദൈവം നമുക്ക് കൂട്ടുണ്ടാവും എന്ന വിശ്വാസത്തോടെ. പരമേശ്വരൻ സാറേ, കണിമംഗലത്തെ ഒരു കാര്യത്തിനും വിധി പറയാനുള്ള ബലം ദേവനാരായണനില്ല. എല്ലാം ഇങ്ങനെയൊക്കെ തെളിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തിരുമേനി പൊറുക്കണം. അങ്ങേക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം വന്നിട്ട് ഒരു വാക്കുകൊണ്ട് വേണമെങ്കിൽ എനിക്കതിന് തടസ്സം നിൽക്കാമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. സാഹചര്യം അങ്ങനെ ആയിപ്പോയി. ക്ഷമിക്കശോദേ. കൃത്യമായ തെളിവുകൾ കാട്ടിത്തന്ന് ആരോപണം ഉന്നയിച്ചപ്പോ ഞാനത് വിശ്വസിച്ചു പോയി. എന്റെ മോൾ അങ്ങനെ ചെയ്യില്ല എന്ന് 1000 വട്ടം മനസ്സ് പറഞ്ഞിരുന്നു. ഒരു നിമിഷം പേടിച്ചുപോയി. എന്നോട് ക്ഷമിക്ക്. പരമേശ്വര, കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായ സ്ഥിതിക്ക്
ഇനി കണിമംഗലത്ത് ഒരു ശുദ്ധികലശം നടക്കണം. അമ്മയും മോന്റെയും കാര്യത്തില് എന്താ നിന്റെ തീരുമാനം? ഉർവശിയും മകനും ഇനി കണിമംഗലത്ത് ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിറങ്ങിയേ പറ്റൂ. അരുതേട്ടാ, ചന്ദ്രേട്ടൻ കൂടെ ഇല്ലാതെ ഞാൻ എങ്ങോട്ട് പോവാനാ? എടുത്തി ഒന്നും പറ എടുത്തി. പറയാനുള്ളത് ഞാൻ പറഞ്ഞാ മതിയോ? നീങ്ങ വന്നേ. ഇതെന്തിനാണെന്ന് അറിയോ? കണിമംഗലത്ത് എന്ന് വെറുതെ അങ്ങ് പുറത്തിറക്കിയതല്ല, തല്ലി പുറത്താക്കിയതാണെന്ന് നിനക്ക് ബോധ്യം വരാനാ. ഇറങ്ങി പോടി വീട്ടിൽ നിന്ന്. എന്താടാ നോക്കിക്കുന്നേ? പേരും കള്ളിയാ നിന്റെ അമ്മയും വിളിച്ചോണ്ട് ഇറങ്ങി പോവാൻ നോക്ക്. എന്നിട്ട് തെരുവ് തണ്ടിക്ക് 2 കൂടി. ഇറങ്ങാൻ പറഞ്ഞില്ലടാ, അല്ലെങ്കിൽ ഗേറ്റിന്റെ വെളിയിലെത്തുന്നവരെ നിന്നെ തല്ലി ഇറക്കും ഞങ്ങള്. ഇറങ്ങി പോടാം. ഇറങ്ങി പോടി ഇവിടുന്ന്.